ആക്ച്വലി നമുക്ക് വിധിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താ സംഭവിച്ചത്? വിധിച്ചു എല്ലാരും കൂടെ ശിക്ഷയാണ് കുറ്റക്കാരി. അത് തെറ്റാണ്. അതാ ചേർത്ത് പിടിക്കുന്ന നിങ്ങളും കുറ്റക്കാരാണ് ഈ പൊതുസമൂഹത്തിൽ. ഇവിടെയാണ് നമ്മളിത് പുരുഷനും സ്ത്രീയായി നിന്നൊരു ജെൻഡർ വാർ അല്ല. നമുക്ക് ഇതിനിടയിൽ ഒരു കൺസെൻസസും സമവായം കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടെങ്കിലും അതേപോലെ പുരുഷ കമ്മീഷൻ വേണമെന്നും നാളെ ഒരു ദീപക് ഉണ്ടായിരുന്നു. നാളെ ഒരു ദീപകിന് പ്രശ്നമുണ്ടെങ്കിൽ ഇടപെടാനും അടിയന്തരമായി സപ്പോർട്ട് ചെയ്യാനും ഒരു മെക്കാനിസം വേണം. അത് സ്ത്രീ ഓൾറെഡി മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടെങ്കിൽ വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ, അതേപോലെ ഒരു പുരുഷ കമ്മീഷനും വേണം. ആ കാരണം ആ ദീപകിന്റെ മരണമടക്കം ആ കാരണത്തിലേക്ക് ഇന്ന് കേരളം പോകും. കേരളത്തിലെ സാർ ഇത് കഴിഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സാറിന്റെ ഈ ചാനലിൽ വെറുതെ ഒരു പോൾ എടുത്തു നോക്കുക, പുരുഷ കമ്മീഷൻ വേണമെന്ന്, മെൻസ് കമ്മീഷൻ വേണമെന്ന്. ഇന്ന് രാജ്യസഭയിലും കേരളത്തിലും അടക്കം 90% ആൾക്കാരും പറയും ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ആ ആവശ്യം പറയുന്നത് കേട്ടിട്ടല്ല. അതാണ് ജനാധിപത്യം മാഡം. ഡെമോക്രസി ഈസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ വിൽ ഓഫ് ദ മെജോറിറ്റി. ഭൂരിപക്ഷം